ഹൈ ഓൾ വെൽക്കം ബാക്ക്. നമ്മളിന്ന് സിവിക്സിൽ ഒരു പുതിയ ചാപ്റ്റർ കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇനി ഒരു ചാപ്റ്റർ കൂടെ മാത്രമാണ് നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാനുള്ള സിവിക്സിൽ, അതായത് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി. സോ ബിഫോർ വി ബിഗിൻ, ഈ ചാപ്റ്ററിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ഈ ചാപ്റ്റർ സ്കൂളിൽ എടുത്ത് കഴിഞ്ഞവർക്ക് അറിയാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് അറിയാം, കമ്പാരിറ്റീവ് ഒരു കുറച്ച് ചെറിയൊരു ചാപ്റ്ററാണിത്. എന്നാൽ ഈ ചാപ്റ്റർ ചെറുതാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. ഇനി മാത്രമല്ല, സാധാരണ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മാത്രമല്ല, നമുക്കറിയാം കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൂടെ CBSE ചോദിക്കാറുണ്ട്. അതൊക്കെ പൊതുവേ ഈ ചാപ്റ്ററിന് കുറച്ച് കൂടുതലായി കാണുന്നുണ്ട്. നമുക്കറിയാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ട്വിസ്റ്റഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചൊരു ആപ്ലിക്കേഷനിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ അത്തരം ക്വസ്റ്റ്യന് ചാൻസ് ഉള്ളൊരു ചാപ്റ്റർ കൂടിയാണിത്. അപ്പോൾ ചെറിയ ചാപ്റ്ററാണെന്ന് വെച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിട്ടുപോരുത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഈ ചാപ്റ്ററിലെ മെയിൻ തീം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു CBSE പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഇനിയിപ്പോൾ ഒരു സ്റ്റേറ്റ് സിലബസിന് പിന്നെ CBSEക്ക് മാറിയ കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ ഡെമോക്രസിയെ കുറിച്ച് ഒരുപാട് കാര്യം നിങ്ങളൊരു ക്ലാസ് 6 മുതൽ പഠിച്ചു വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ CBSE കാര്യം എടുക്കുകയാണെങ്കിൽ ഗ്രേഡ് 9 മുതൽ നിങ്ങൾ CBSE ഡെമോക്രസിയെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ ഇതുവരെ പഠിച്ച ഡെമോക്രസിയുടെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അവിടെ നടത്തുന്നത്. അതായത് ഡെമോക്രസി നമുക്കറിയാം മെറിറ്റ്സ് മാത്രമല്ല, ഒരുപാട് ഡീമെറിറ്റ്സ് ഒക്കെ ഡെമോക്രസിക്ക് പല ആസ്പെക്റ്റിലും കാണാൻ പറ്റും. അപ്പോൾ അത്തരം ഡീമെറിറ്റ്സിനെ കൂടെ കുറച്ചുകൂടെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഇതിൽ വരുന്നത്. നമുക്കറിയാം ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടാണ്. അതായത് ഡെമോക്രസി ഏതെല്ലാം ഫീൽഡിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഏതെല്ലാം ഫീൽഡിലാണ് ഡെമോക്രസി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് തുടങ്ങിയ ചില അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വരുന്ന ടോപ്പിക്കാണ് മെറിറ്റ്സ് ഓഫ് ഡെമോക്രസി. ഇതേ ടോപ്പിക്ക് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓർക്കുക, നമ്മുടെ ഈ ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കല്ല കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഔട്ട്കംസ് എന്ന് പറഞ്ഞ മറ്റൊരു ടോപ്പിക് ഉണ്ട്. അതിൽ നമ്മൾ ഒരുപാട് ഔട്ട്കംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ആ ഏരിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് നിങ്ങൾ എല്ലാ വർഷവും നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കുറച്ച് കാര്യം തന്നെയായിരിക്കും ഇതിൽ വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ പുതിയ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. മെറിറ്റ്സ് ഓഫ് ഡെമോക്രസി. ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത്, ഡെമോക്രസി അലോസ് റൂംസ് ടു കറക്റ്റ് മിസ്റ്റേക്സ്. അതായത് നമുക്കറിയാം ഡെമോക്രസിയിലാണെങ്കിലും ഇപ്പോൾ ഏതൊരു ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റിലാണെങ്കിലും നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നോ ഗ്യാരണ്ടി ദാറ്റ് മിസ്റ്റേക്സ് കനോട്ട് ബി മെയ്ഡ് ഇൻ ഡെമോക്രസി. ഡെമോക്രസിയിലാണെങ്കിൽ പോലും റൂളേഴ്സ് ചില സമയത്ത് മിസ്റ്റേക്സ് ഒക്കെ വരുത്താൻ പറ്റും. പക്ഷേ ഡെമോക്രസിയിൽ മാത്രം നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണ്? ദ അഡ്വാൻറ്റേജ് ഇൻ എ ഡെമോക്രസി ഈസ് ദാറ്റ് സച്ച് മിസ്റ്റേക്സ് കനോട്ട് ബി ഹിഡൻ ഫോർ ലോങ്. ഡെമോക്രസിയിൽ അത്തരം മിസ്റ്റേക്ക് വരുത്തില്ല നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അഥവാ ഇൻ കേസ് അങ്ങനെ ഒരു മിസ്റ്റേക്സ് ഒരു റൂളർ വരുത്തിയാൽ അവർക്കത് കൂടുതൽ സമയം ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. നമ്മളത് അറിയാൻ മാത്രമല്ല, ദർ ഇസ് എ സ്പേസ് ഫോർ പബ്ലിക് ഡിസ്കഷൻ ഓൺ ദിസ് മിസ്റ്റേക്ക്. അതായത് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. നമ്മളൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യും. ആൻഡ് ദർ ഈസ് എ റൂം ഫോർ കറക്ഷൻ. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യുക മാത്രമല്ല, നമ്മൾ ആ ഒരു ഗവൺമെൻറ് ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയാൽ പോലും നമ്മൾ ആ ഗവൺമെൻറ്റിനെ പുറത്താക്കണമെന്ന് ഡിമാൻഡ് ചെയ്യാറില്ല. വി വിൽ അലോ സം ടൈം ടു കറക്റ്റ് മിസ്റ്റേക്സ്. അതാണ് പറയുന്നത് ഹിയർ അലോ റൂം ടു കറക്റ്റ് മിസ്റ്റേക്സ്. ഡെമോക്രസിയിൽ ഒരു ഗവൺമെൻറ് ചില മിസ്റ്റേക്സ് വരുത്തിയാലും പീപ്പിൾ ഡിസ്കസ് ചെയ്യുന്നു. ലേറ്റർ ദേ വിൽ പ്രൊവൈഡ് സം ടൈം ഫോർ ദ ഗവൺമെൻറ് ടു കറക്റ്റ് ദാറ്റ് മിസ്റ്റേക്സ്. അതാണ് ഫസ്റ്റ് മെറിറ്റ് ഓഫ് ഡെമോക്രസി. നമുക്ക് പറയാൻ പറ്റില്ല ഡെമോക്രസിയിലെ മിസ്റ്റേക്ക് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇതാണ് അഡ്വാൻറ്റേജ്. മിസ്റ്റേക്സ് വരുത്തിയാലും അവർക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല ഫോർ ലോങ്. ഇനി രണ്ടാമത്തെ മെറിറ്റ്സ് ആണ്, ഡെമോക്രസി പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു റിസോൾവ് കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പോലെ മിസ്റ്റേക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഏത് ഫോം ഓഫ് ഗവൺമെൻറ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മിസ്റ്റേക്സ്. അതുപോലെ തന്നെയാണ് കോൺഫ്ലിക്ട്സിൻ്റെ കാര്യവും. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു മൊണാർക്കി കൺട്രിയിലാണെങ്കിലും ഡെമോക്രാറ്റിക് കൺട്രിയിലാണെങ്കിലും അതുപോലെ ഏതൊരു കൺട്രിയിലാണെങ്കിലും വി കൻ എക്സ്പെക്ട് കോൺഫ്ലിക്റ്റ് എവ്രിവെയർ. ബട്ട് ഡെമോക്രസിക്ക് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെറിറ്റ്സ് ആണ്, ഇറ്റ് പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു റിസോൾവ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞതുപോലെ മിസ്റ്റേക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് നമുക്ക് ഏതൊരു കൺട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഡെമോക്രാറ്റിക് കൺട്രിയിലാണെങ്കിൽ അതുപോലെ മൊണാർക്കിലാണെങ്കിൽ എവിടെ നമുക്ക് മിസ്റ്റേക്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് കോൺഫ്ലിക്ട്സിൻ്റെ കാര്യം. ഇത് നമുക്ക് ഏത് കൺട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോൺഫ്ലിക്റ്റ്. കാരണം ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആൻഡ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫ്ലിക്റ്റ് ഏത് സമയത്തും ഏതൊരു കൺട്രിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണെങ്കിൽ നമുക്കറിയാം ഡെമോക്രസിക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ക്യാൻ ലീവ് വിത്ത് വൺ അനദർ ഇൻ ഹാർമണി ആൻഡ് പീസ്.
ഓൺലി ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി. അതായത് ഡെമോക്രസി ക്യാൻ എഫിഷ്യൻ്റ്ലി സോൾവ് സച്ച് കോൺഫ്ലിക്ട്സ്. അതായത് കോൺഫ്ലിക്റ്റ് ഒരു വയലൻസിലേക്ക് പോവാതെ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഫോം ഓഫ് ഗവൺമെൻറ് തന്നെയാണ് ഡെമോക്രസി. കാരണം നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഒരു മൊണാർക്കി രാജ്യത്താണെങ്കിൽ അവിടെ ചിലപ്പോൾ റൂളർ 2 ഗ്രൂപ്പ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവിടെ പാർഷ്യാലിറ്റി കാണിക്കാൻ ചാൻസ് ഉണ്ട് അവിടുത്തെ മൊണാർക്ക് അല്ലെങ്കിൽ റൂളർ. പക്ഷേ ഡെമോക്രസി അങ്ങനെ പറ്റില്ല. നമുക്കറിയാം അത് ഇറ്റ്സ് അവർ ഓൺ ഗവൺമെൻറ്. കാരണം അവർ ഓൺ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് നമ്മൾ റൂൾ ചെയ്യുന്നത്. സോ അവരങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഒരിക്കലും കാണിക്കാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഡെമോക്രസി പ്രൊവൈഡ് എ മെത്തേഡ് ടു റിസോൾവ് കോൺഫ്ലിക്റ്റ്. ഇനി തേർഡ് മെറിറ്റാണ് ഇറ്റ് ഇംപ്രൂവ്സ് ഓർ ഡെമോക്രസി ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം, നമുക്ക് രണ്ട് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു മൊണാർക്കി രാജ്യവും അതുപോലെ ഡെമോക്രാറ്റിക് കൺട്രിയും. നമുക്കറിയാം ഡെമോക്രസിയിൽ ഡിസിഷൻ എടുക്കുമ്പോൾ അത് കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം വി ഹാവ് ടു കൺസൾട്ട് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഒരു ചെറിയ മാറ്ററിലുള്ള ഡിസിഷൻ ആണെങ്കിൽ പോലും സ്റ്റിൽ വി ഹാവ് ടു കൺസൾട്ട് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ ഡെമോക്രസിയിൽ എടുക്കുന്ന ഡിസിഷൻ കുറച്ച് ഡിലേ ആവാറുണ്ട്. ബട്ട് ഡിലേ ആണെങ്കിലും വി വിൽ ഗെറ്റ് ക്വാളിറ്റി ഡിസിഷൻ. എന്നാൽ നേരെ തിരിച്ച്, അതായത് നമ്മൾ ജീവിക്കുന്ന ഒരു മൊണാർക്കിയിലാണെങ്കിൽ അവിടെ ഡിസിഷൻ എടുക്കുന്ന വളരെ ക്വിക്കായിരിക്കും, വളരെ ക്വിക്ക് ഡിസിഷൻ വരും. പക്ഷേ ആ ഡിസിഷൻ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല അത് ക്വാളിറ്റി ഡിസിഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഒരുപാട് ആളുകൊണ്ട് കൺസൾട്ട് ചെയ്യാൻ വരുന്നില്ല. ഒരു റൂളർ, ആ ആൾ മാത്രമായിരിക്കും അവിടുത്തെ എല്ലാ ഡിസിഷനും എടുക്കുന്നുണ്ടായിരിക്കുക. സോ എങ്ങനെയാണ് ഹൗ ഡെമോക്രസി ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്? ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് ഡിസ്കഷൻ, ലോട്ട് ഓഫ് കൺസൾട്ടേഷൻസ് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ. ഇനി ഇതിലെ പല പോയിന്റ്സിൻ്റെയും എക്സ്പ്ലനേഷൻ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നിന്ന് കൂടുതൽ പോയിന്റ്സ് അവിടെ തരാൻ. അതായത് ഇതേ ടോപ്പിക്ക് തന്നെ നമുക്ക് ഔട്ട്കംസ് എന്ന ടോപ്പിക്കിൽ വരുന്നുണ്ട്. പൊളിറ്റിക്കൽ ഔട്ട്കം, എക്കണോമിക് ഔട്ട്കം, അതുപോലെ സോഷ്യൽ ഔട്ട്കംസ്. അപ്പോൾ ആ സമയത്ത് ഇതിലെ പല പോയിന്റ്സിൻ്റെയും എക്സ്പ്ലനേഷൻ അവിടെ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ അതാണ് തേർഡ് മെറിറ്റ്. ഇനി ഫോർത്ത് മെറിറ്റ് ആണ് ഡെമോക്രസി എൻഹാൻസസ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വീണ്ടും 2 എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡെമോക്രാറ്റിക് കൺട്രീസിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമുക്കറിയാം ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നുണ്ട്. സോ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ തരുന്ന വഴി അവരെന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ദേ ആർ ഇൻക്രീസിങ് ഓർ എൻഹാൻസിങ് അവർ ഡിഗ്നിറ്റി. അവർ നമ്മളെ കൺസിഡർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റൈറ്റ്സ് അവർ തരുന്നത്. സോ എനിഹൗ ദാറ്റ്സ് എ ഫോർത്ത് മെറിറ്റ്. ഡെമോക്രസി എൻഹാൻസ് ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഓരോന്നിൻ്റെയും കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഔട്ട്കംസ് എന്ന ടോപ്പിക്കിൽ തരാം. ഇനി ലാസ്റ്റ് വണ്ണാണ് ഡെമോക്രസി പ്രൊമോട്ട്സ് ഇക്വാളിറ്റി എമംഗ് സിറ്റിസൺ. അത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞ കാര്യമാണ് നമുക്ക് ഇക്വാളിറ്റി ഇവിടെ കിട്ടണം എന്നുള്ളത്. അതായത് ഒരു തരത്തിലും പാർഷ്യാലിറ്റി പാടില്ല. ഓൺ ദ ബേസ് ഓഫ് ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ് ഒന്നും ഇനിക്വാളിറ്റി വരാൻ പാടില്ല. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ടെൽ ദാറ്റ് ഡെമോക്രസി പ്രൊമോട്ട്സ് ഇക്വാളിറ്റി എമംഗ് സിറ്റിസൺ. സോ ഇതാണ് മെറിറ്റ്സ് ഓഫ് ഡെമോക്രസി ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. നമുക്ക് അടുത്ത ക്ലാസ് മുതലേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് പോകേണ്ടതുണ്ട്, ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി. സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.